പാലോട് കുന്നമൂട് സെറ്റിൽമെന്റിൽ മരണപ്പെട്ട ഇന്ദുജിയുടെ സഹോദരൻ ഷിനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷിനു, എന്നാണ് അവസാനം ചേച്ചി വിളിച്ചത്? ചേച്ചി വിളിച്ചത് മരിക്കണതിൻ്റെ തൊട്ട് എന്നാണ് വിളിച്ചത്. തലേന്ന് അന്ന് വിളിച്ചിട്ട് വൈകിട്ട് അമ്മയുടെ ഫോണിലാണ് വിളിച്ചിട്ട് അങ്ങനെ ഹാപ്പി ആയിരുന്നു അവൾ. വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ അപ്പോൾ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കോൾ കട്ട് ചെയ്തു. ഈ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ പ്രണയമായിരുന്നു, ഇത്തരത്തിലൊരു പ്രണയബന്ധം അശ്വിനും അറിയാമായിരുന്നോ? എനിക്കറിഞ്ഞൂടാ. ഇത് സംഭവം ഇറങ്ങിപ്പോയപ്പോൾ തന്നെയാണ് ഞാനും അറിഞ്ഞത്. ഇറങ്ങിപ്പോയിട്ട് അവിടെ ചെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇതേപോലെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ. എന്നിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ നേരെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോയത്. അതിനുശേഷം നീണ്ട ഒരു 3 മാസക്കാലം, ഈ കാലയളവിൽ എപ്പോഴെങ്കിലും ഷിനുവിനെ വിളിച്ചിട്ടുണ്ടോ? ചേച്ചിയോ? ചേച്ചി എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 2-3 ആഴ്ച വിളിക്കൂലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിളിച്ച് നമ്മളെന്നും സംസാരിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകണ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ജോലി സന്തോഷത്തിലായിരുന്നു പൂർണ്ണമായിട്ട് ഈ 3 മാസവും? 3 മാസവും സന്തോഷത്തിലല്ല, ഇടയ്ക്ക് തൊട്ടാണ് പിന്നെ ഭയങ്കര ഇമോഷണൽ ആയതുള്ളൂ. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഏത് സമയമാണ്? അവസാന ഒരു നാളുകളിലായിരുന്നു? അങ്ങനെയായിരുന്നു, അവസാനത്ത് തന്നെ. നവംബർ മാസമൊക്കെ ആവുമോ? നവംബറിലാ. നവംബർ ഒരു ഇടയ്ക്കൊക്കെ ആയപ്പോഴേ ഇതേപോലെ ആയി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ വീട്ടിലെ കാര്യങ്ങളും ഇഷ്യൂ ഒക്കെയാണ്, എൻ്റെ അടുത്ത് കാണുമ്പോഴത്തേക്ക് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന്? അത് കറക്റ്റ് ഡേറ്റ് എന്നാന്ന് അറിയത്തില്ല. എന്തായാലും ഡിസംബർ 8 ആയില്ലേ? എങ്കിലും ഡിസംബർ നവംബർ അവസാനം ലാസ്റ്റൊക്കെ ആയിട്ട് അപ്പോഴാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു തരത്തിലൊരു സൂചന തന്നിട്ടില്ല. ഈ ഒരു വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അത് ഈ അഭിജിത്തുമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു, അങ്ങനെ തന്നെ പറഞ്ഞു? അങ്ങനെ തെളിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കാം പറയാന്ന്. നേരിട്ട് കാണുമ്പോഴത്തേക്ക് പറയാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ 3 മാസ കാലയളവിൽ ചേച്ചി വീട്ടിൽ വന്നിരുന്നോ എപ്പോഴെങ്കിലും? 3 വന്നിട്ടുണ്ടായിരുന്നു. 3 തവണ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് മറ്റേ താലി കെട്ടിയിട്ടെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഇവിടെ അവനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ഒറ്റയ്ക്കാണ് പറഞ്ഞത്. പിന്നെയുള്ള ഒരു തവണ മാത്രമേ അഭിജിത്ത് വന്നിട്ടുള്ളൂ ഈ വീട്ടിൽ? അത് കഴിഞ്ഞിട്ടാ പറഞ്ഞു പിന്നെ അങ്ങോട്ട് ആരും ചെല്ലണ്ട എന്നൊക്കെ പറഞ്ഞത്. അത് ആരാ പറഞ്ഞത് ശരിക്കും? അത് വിളിച്ചോണ്ട് പോയില്ലേ, ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലണമെന്ന് അവിടെ വിളിച്ചറിയിച്ച്. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ ഫോണിലാണ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് ശരിയാവൂല, നമുക്ക്. ചേച്ചിയാണോ പറഞ്ഞ അഭിജിത്താണോ? അമ്മയാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു അല്ലേ? പയ്യൻ്റെ അമ്മയാണ് ഇങ്ങനെ സംസാരിച്ചത്. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ചിലാണ്, അങ്ങനെയൊക്കെ സംസാരിച്ച്. അങ്ങനെ ശരി, ഓക്കെ, നമ്മളങ്ങോട്ട് പറഞ്ഞില്ല. പിന്നെ നമ്മളെ താഴ്ത്തിയൊക്കെ പറഞ്ഞു. കുറച്ചിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് താഴ്ത്തി പറഞ്ഞത്? എന്താണ് പറഞ്ഞത് ശരിക്കും? എന്ന് പറയുമ്പം നിങ്ങളെ അങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പോലെയൊക്കെയാണ് നമ്മളെ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് പറഞ്ഞത്. സാമ്പത്തികമായിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ തന്നെ പറയുമ്പോൾ മനസ്സിലാവില്ല. കുറച്ചുണ്ട് അത്ര തന്നെ. നമ്മൾ കുറഞ്ഞവരാണ് എന്നൊക്കെ താഴ്ന്ന് സംസാരിച്ചു. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങോട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. ചേച്ചി മരിക്കുന്നതിന് അവസാനം ഒരാഴ്ചക്ക് മുന്നെയാണോ വിളിച്ചത്? അല്ലല്ല, അതിന്റെ പിറ്റേന്നാണ് വിളിച്ചത്. അതായത് 14-നോ 14-ാം തീയതിയാണോ? അല്ല, ഇപ്പോ 5-ാം തീയതി. 6-ാം തീയതിയല്ലേ മരിച്ചത്? 5-ാം തീയതി വൈകിട്ട് ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് അവൾ വിളിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് ഹാപ്പി ആയിരുന്നു അപ്പോഴൊക്കെ. എന്നിട്ടാണ് പിറ്റേന്ന് ഇതേപോലെ സംഭവിക്കുന്നത്. അപ്പോഴൊന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല? അപ്പോഴൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ വല്ല പറഞ്ഞിരുന്നെങ്കിലും എല്ലാം കൂടെ ആറ്റിനെ അവിടെ കൊണ്ടുവന്നേനെ. അല്ല കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്തെങ്കിലും പറയായിരുന്നു. ചേച്ചിക്ക് അവിടെ ഈ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ തിരിച്ചു വരാനുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നില്ല? ഇവിടെ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞിരുന്നോ ഇറങ്ങിപ്പോയത് കൊണ്ട്? ഇല്ല, അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇവിടെ വരാം, എപ്പോഴും ഇവിടെ പറയാം, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ തിരികെ വരാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ചോദിക്കാതെ തന്നെ ഇവിടെ വരികയും ചെയ്യും. അമ്മയോട്ടൊക്കെ വലിയ കാര്യമായിരുന്നു. വലിയ കാര്യമാണ്. പിന്നെ നിലവിലെ ഈ കേസിൽ 2 പ്രതികൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇതില് ഒന്നാം പ്രതി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അഭിജിത്ത്, 2 പേർ പ്രതികളുണ്ട്. 2 പേർക്കെതിരെ ഇതുവരെ റിമാൻഡ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പം കുറെ ടൈമായി, മണിക്കൂറുകളായി. എന്നിട്ടും ഇങ്ങനെയാണ് പോണേന്ന് വെച്ചാൽ എന്തിനാണ് കളിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് എന്തിനാണെന്ന് നമ്മൾ ഇന്നും കൂടെ നോക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകും, അത്ര തന്നെ. സ്റ്റേഷനിലേക്ക് പോകും പ്രതിഷേധമായിട്ട്. അത്രേ ഉള്ളൂ, അത് മാത്രമേ പറയാനുള്ളൂ.
അതുതന്നെയാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് പാലോട് സ്റ്റേഷനിലാണ് ഇന്ദുജിയുടെ ഭർത്താവായിട്ടുള്ള അഭിജിത്ത്. കേസിൽ ഇതുവരെയും ഈ 2 പ്രതികൾ ഇപ്പോൾ ഉണ്ട്. ഈ കേസിലെ 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തതിനപ്പുറം അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ റിമാൻഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലീസ് കടന്നുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ദുജിയുടെ സഹോദരൻ ഷിനു റിപ്പോർട്ടിനോട് വ്യക്തമായിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.